കൊലപ്പുള്ളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടൻ എംഎൽഎക്കും കോടതി ജാമ്യം അനുവദിച്ചു. ഈ ഒരു ഉണ്ടാക്കിയ കേസാണ്, തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ കേസാണ്. ഒരു ജാമ്യം പോലും ഇല്ലാത്ത കേസുണ്ടാക്കി മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് ഒരു കൊലപ്പുള്ളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയത്. കോടതി ജാമ്യം കൊടുത്ത ഉടനെ അടുത്തൊരു കേസ്, അതിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പുറത്തു നിൽക്കുക. ആ കേസ് നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. എന്താണെന്നറിയോ? DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്തു നടക്കുന്ന ആക്രമണത്തിൽ ഒന്നാം പ്രതി DC പ്രസിഡന്റ്. DC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് ആക്രമണം സംഘർഷം നടന്നു എന്നാണ്. അപ്പൊ DC പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിലാണ്. DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പുറത്തു നടന്ന സംഘർഷത്തിന്റെ പേരിൽ അദ്ദേഹം ഒന്നാം പ്രതി. ഈ പോലീസുകാർ ഇങ്ങനെ ചിരിപ്പിക്കരുത്, നിങ്ങളുടെ ഗൌരവം പോവും. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നടന്ന സംഭവത്തിന് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി വീണ്ടും ജയിലിലടക്കണമെന്നുള്ള വാശിയാണ്. ഇങ്ങനെയൊന്നും സമരത്തെ അടിച്ചമർത്താമെന്ന് കരുതണ്ട. ആർക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നത്? സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടക്കുകയാണ്, വന്യജീവി ആക്രമണങ്ങൾ നടക്കുകയാണ്. ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. മരപ്പട്ടി ശല്യത്തിൽ അസ്വസ്ഥനായ മുഖ്യമന്ത്രിക്ക് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? എന്തെങ്കിലും ഒരു ചെറുവിരൽ അദ്ദേഹം അനക്കുന്നുണ്ടോ? ഒരു ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടിയുണ്ടോ? മര്യാദയ്ക്കൊരു യോഗം നടത്തിയിട്ടുണ്ടോ? ഒരു യോഗം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ ഒരു യോഗം നടത്തിയിട്ടുണ്ടോ? മരപ്പട്ടിയുടെ കേസിലെടുത്ത ഗൌരവമെങ്കിലും ഈ വന്യജീവികൾ ചവിട്ടിക്കൊല്ലുന്ന, ആന ചവിട്ടിക്കൊല്ലുന്ന, കടുവ കൊന്നു തിന്നുന്ന ഈ മനുഷ്യരെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് വേണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.